പ്രവൃത്തെ ശസ്ത്രസമ്പാതേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. യോത്സ്യമാനാനവേക്ഷേഹം യയേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂനിതി. തത്രാപശ്യ സ്ഥിതാൻ പാർത്ഥഃ പിതॄനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. താൻ സമീക്ഷ്യ സ കൗന്തേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിതമബ്രവീത്. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപഥുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ. ഗാണ്ഡീവം സ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ. കപിധ്വജഃ അർജുനന് കിട്ടിയ മറ്റൊരു പേരാണ് കപിധ്വജഃ. അതായത് ആഞ്ജനേയസ്വാമിയാണ് അർജുനന്റെ രഥത്തിലെ കൊടിയടയാളമായിട്ട് കൊടിയുടെ കൂട്ടത്തിലിരിക്കുന്നത്. അതുകൊണ്ടാണ് അർജുനന് ഈ കപിധ്വജൻ എന്ന പേര് കിട്ടിയത്. ഇതിന്റെ കഥ എന്ന് പറയുന്നത്, ഒരിക്കല് അർജുനൻ രാമേശ്വരത്തെത്തി. ഇങ്ങനെ രാമേശ്വരത്ത് അർജുനന് ഒരു ഈ ദേശം വിട്ടു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ആ സന്ദർഭത്തില് രാമേശ്വരത്ത് അങ്ങനെ തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് രാമേശ്വരത്തെത്തിയിട്ട് അവിടെ നിന്ന് ശ്രീരാമസ്മരണയും ശ്രീരാമചന്ദ്ര സ്വാമി ഈ പാലം കെട്ടി ശ്രീലങ്കയിലേക്ക് പോയ വിവരങ്ങളും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് അവിടെ ഒരു ബാലൻ അവിടെ എത്തി. അപ്പൊ ഇദ്ദേഹം അർജുൻ ഇങ്ങനെ പറഞ്ഞു, ശ്രീരാമസ്വാമി വില്ലാളി വീരനായിട്ടും എന്തുകൊണ്ടാണ് ശരം കൊണ്ട് ഒരു പാലം പണിതാൽ പോരായിരുന്നു? എന്തിനാണ് ഇത്രയും കല്ലും മണ്ണും ഒക്കെ ചുമന്നുകൊണ്ട് ഒരു പാലം കെട്ടേണ്ട ആവശ്യം എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ ബാലൻ പറഞ്ഞു, അതങ്ങനെയല്ല, ആ അതിശ്രേഷ്ഠന്മാരും ശക്തിശാലികളുമായിട്ടുള്ള വാനരന്മാരുടെ ആ ബലം ത്തിന് താങ്ങാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു സേതു വേണ്ടി വന്നു. അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അതുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ അസ്ത്ര സാമർഥ്യത്തെക്കുറിച്ച് അല്ല ഇവിടെ പകരം പറയുന്നത്, ഇത്രയും ആൾക്കാരെ ഈ കനത്ത സേനയെ താങ്ങാനുള്ള ശേഷി വേണമായിരുന്നു ആ സേതുവിനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് അർജുനൻ പറഞ്ഞു, അതങ്ങനെയൊന്നും അല്ല. നല്ല ശരം കൊണ്ട് തന്നെ നല്ലൊരു അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു പാലം ഒരാൾ കെട്ടിക്കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് അർജുനന് വീരവാദം മുഴക്കി. ഇത് കേട്ടിട്ട് ഈ ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒന്ന് കെട്ടിനോക്ക്, അത് ഞാൻ തകർത്ത് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാനരവേഷം പ്രകടമായി. അപ്പൊ ഇത് കേട്ട ഉടൻ തന്നെ അർജുനന് ശരങ്ങൾ കൊണ്ട് ഒരു സേതു നിർമ്മിച്ചു. ഈ വാനര രൂപധാരി നേരെ അതിലേക്ക് എടുത്ത് ചാടി തകർന്നുപോയി. വീണ്ടും അർജുനന് വാശി കയറി ഒന്നുകൂടെ ഒരു അസ്ത്രങ്ങൾ കൊണ്ട് ഒരു പാലം പണിതു. അതിലേക്ക് എടുത്ത് ചാടി വീണ്ടും തകർന്നു.
അപ്പോൾ അർജുനൻ ഒരു ശപഥം ചെയ്തു, ഇനി ഞാൻ കെട്ടുന്ന പാലം അങ്ങ് തകർക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധീവത്തോടു കൂടിയിട്ട് ഞാൻ അഗ്നിയിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം ചെയ്തിട്ട് അർജുനന് വീണ്ടും ഒരു പാലം കെട്ടി. വീണ്ടും ഈ വാനരൻ ചാടി തകർത്തു. അപ്പോഴത്തേക്ക് അർജുനന് ഒരു ആഴി കൂട്ടിയ ശേഷം അതിലേക്ക് ചാടാൻ തുനിയുന്ന സമയത്താണ് അവിടെ ഒരു ബാലൻ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ ബാലൻ പറഞ്ഞു, എന്താണ് സാഹസം കാണിക്കുന്നത്, എന്താ സംഭവം? ഉടനെ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു, രണ്ടുപേർ തമ്മിൽ മത്സരിക്കുമ്പോൾ അതിൽ മൂന്നാമതൊരാൾ സാക്ഷി ഉണ്ടാവണം. സാക്ഷി ഇല്ലാതെയുള്ള മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മത്സരമായിട്ട് ഗണിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ സാക്ഷിയാവാം. അതിൽ കൂടെ നിങ്ങൾ ആരാണ് ജയിക്കുന്നത്, ജയിക്കുന്നവര് മറ്റേ ആളിന്റെ അടിമയായിരിക്കണം. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ വെക്കാം. ഇത് കേട്ട ഉടൻ തന്നെ സമ്മതമായി. ഈ ബാലന്റെ സാന്നിധ്യത്തിൽ തന്നെ ഒരു പ്രാവശ്യവും കൂടി അർജുനൻ ചെയ്യട്ടെ എന്നുള്ള ഒരു തീരുമാനം വാനര ശ്രേഷ്ഠനെടുത്തു. ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഉടൻ തന്നെ അർജുനൻ ശക്തമായിട്ടുള്ള ഒരു പാലം തന്നെ ഉണ്ടാക്കി. ഈ വാനരന് ഈ പാലത്തിലേക്ക് എടുത്തു ചാടി. ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് വാനരൻ രൂപം മാറി. ബലശാലിയായിട്ടുള്ള ആഞ്ജനേയ സ്വാമി, സാക്ഷാൽ ആഞ്ജനേയ സ്വാമിയായിട്ട് തന്നെ മാറിയിട്ട് ആ പാലത്തിലേക്ക് എടുത്തൊന്നുകൂടെ ചാടി. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇത് കണ്ട് ആശ്ചര്യത്തോടു കൂടിയിട്ട് ഈ ബാലനെ നോക്കുമ്പോൾ ആ ബാലന്റെ സ്ഥലത്ത് സാക്ഷാൽ ശ്രീരാമചന്ദ്ര സ്വാമിയാണ് ആഞ്ജനേയ സ്വാമി കണ്ടത്. ഉടനെ പോയി ഭഗവാനെ വണങ്ങി നിന്നു. അർജുനൻ കണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. ഉടനെ ശ്രീകൃഷ്ണ ഭഗവാനെ പോയിട്ട് അർജുനൻ പോയിട്ട് വണങ്ങി നിന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരേപോലെ തന്നെ അർജുനന്റെ ശ്രീരാമസ്വാമിക്കും കൃഷ്ണനായിട്ടും രാമനായിട്ടും നിന്ന ഭഗവാന് പറഞ്ഞു, ഇനി വരാൻ പോകുന്ന മഹത്തായിട്ടുള്ള ഈ യുദ്ധത്തില് ആഞ്ജനേയ സ്വാമി അർജുനനെ സഹായിക്കണം. അതിന് വേണ്ട വ്യവസ്ഥയായിട്ട് ഈ ഒരു ഇത് സ്വീകരിക്കാവുന്നത്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ആഞ്ജനേയ സ്വാമി പറഞ്ഞു, ശരി, ഞാൻ സഹായിക്കാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ, രാമരാവണ യുദ്ധത്തിന് സമാനമായിട്ട് മറ്റൊരു യുദ്ധമില്ല. അതിനാൽ അതിബലവാനായിട്ടുള്ള എന്റെ ശക്തിയെ തടുക്കുവാൻ തക്ക ശേഷിയുള്ളവര് അവിടെ കൗരവപക്ഷത്ത് ഉണ്ടാവണമെന്നില്ല. അതിനാൽ ഞാൻ കയറിയിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ പാണ്ഡവ പക്ഷത്തുള്ള വില്ലാളി വീരന്മാർക്ക് മുഴുവനും അതൊരു അത്ര നല്ലതല്ല. കാരണം അവരുടെ വീര്യം പ്രകടിപ്പിക്കാൻ ഒരു അവസരം അവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അർജുനന്റെ തേരിന്റെ മുകളിൽ കൊടിയുടെ കൂട്ടത്തിൽ ഞാനിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൗരവസേന അർജുന പക്ഷത്തിൽ പാണ്ഡവ പക്ഷത്തിനെ നിശേഷമായിട്ട് നശിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഉറക്കെ ഒന്ന് ഗർജിക്കാം. ആ ഗർജനത്തിൽ ഹൃദയം പിളർന്ന് കൗരവസേന നശിച്ചു പോകും. ഇങ്ങനെയാണ് ആഞ്ജനേയ സ്വാമിയുടെ വാക്ക്. അപ്പൊ ഈ വാക്കനുസരിച്ചിട്ട് ആഞ്ജനേയ സ്വാമി നേരെ യുദ്ധം തുടങ്ങുന്ന സന്ദർഭത്തിൽ അർജുനന്റെ കൊടിയുടെ മുകളിൽ കയറി ആരും കാണാത്ത സൂക്ഷ്മരൂപത്തില് അവിടെ ഇരുന്നു. ഇത് സർവ്വയിടത്തും അറിയാവുന്നത് കൊണ്ട് സഞ്ജയന് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് കപിധ്വജൻ എന്നുള്ള പേര് അർജുനന് കിട്ടുകയും ചെയ്തു. കപി ധ്വജമായിട്ട് ഉള്ളവൻ എന്നുള്ള അർത്ഥത്തില്. അപ്പൊ അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു. ഇതിന്റെ ബാക്കി കഥ എന്ന് പറയുന്നത് അങ്ങനെയാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം ഈ ആഞ്ജനേയ സ്വാമി എടുത്ത് യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മഹാഭാരത യുദ്ധം എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞാൻ രാമരാമ ജപിച്ചുകൊണ്ട് ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാനൊന്ന് കണ്ണു തുറന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃദ്ധൻ ഒരു ദിവസം ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന ഒന്നൊന്ന് കാണിച്ചു. അത് ഭീഷ്മരുടെയാണ്. പിന്നീട് ഒന്നുകൂടെ ഞാനൊന്ന് കണ്ണു തുറന്നു. അതൊരു ബാലനാണ്, അഭിമന്യുവിന്റെയാണ്. ഈ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉറങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് ആഞ്ജനേയ സ്വാമി പറയുന്നത്. കഥയുടെ ഭാഗമായിട്ട് പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെയാണ് അർജുനന് ഈ കപിധ്വജൻ എന്നുള്ള പേര് കിട്ടി. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണണം, ഈ അർജുനപക്ഷത്തിന് അധിക ബലം എന്ന് പറയാന് 2-3 ഘടകങ്ങളുണ്ട്. ഈ സാധാരണ രീതിയിലുള്ള ഒരു ബലം മാത്രമേ ദുര്യോധന പക്ഷത്തുള്ളൂ. അക്ഷൗണിയും സാധാരണ മനുഷ്യരുടെ എണ്ണം അവിടെ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ആ മനുഷ്യരിൽ തന്നെ മഹാരഥന്മാരും അർദ്ധരഥന്മാരും
രഥികളും ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അർജുനനെ സംബന്ധിച്ചിടത്തോളം 3 മഹാബലം അർജുനന്റെ കൂട്ടത്തിലുണ്ട്. ആ 3 മഹാബലം എന്ന് പറയുന്നത്, ഒന്ന് സാക്ഷാൽ ആഞ്ജനേയ സ്വാമിയുടെ സാന്നിധ്യം, മഹാബലമാണ് അവിടെ ഇരിക്കുന്നത്. ഒരിക്കലും അർജുനന് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലാത്ത മഹാബലം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ. അതിൽ ആദ്യത്തേത് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, രണ്ടാമത് ഇന്നിപ്പോ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ എവിടെയുണ്ടോ അവിടെയേ ഉള്ളൂ വിജയം. അപ്പൊ അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ന് പറയുന്ന ഒരു മഹാബലമാണ്. ഭഗവാൻ ആയുധം എടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പുഞ്ചിരി തന്നെയാണല്ലോ ആയുധം. അതിനപ്പുറത്തേക്ക് വേറൊരു ആയുധത്തിന്റെ ആവശ്യമില്ല. കാരണം ഭഗവാന്റെ പുഞ്ചിരിയാണ് സുദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദർശനം എന്നർത്ഥം. നല്ല ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് ഒരു ചിരി ചിരിച്ചു കഴിഞ്ഞാൽ ആ മായയിൽ മോഹിതരായിട്ട് സർവ്വരും നശിച്ചു പോകുന്നു, നശിക്കേണ്ടവരാണെങ്കിൽ. അതേപോലെ തന്നെ ഒന്ന് നല്ലതായിട്ടൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ മായാ വിമോഹിതൻ എന്നുള്ള രീതി പോയിട്ട് മായയ്ക്ക് അതീതനായിട്ട് പോയി പരബ്രഹ്മപ്രാപ്തി തന്നെ നേടുവാനും ആ ഒരു ചിരി മതി എന്നർത്ഥം. അതായത് ചുരുക്കത്തിൽ ശിക്ഷിക്കാനും ഒരു ചിരി മതി, രക്ഷിക്കാനും ഒരു ചിരി മതി. അതാണ് ഭഗവാൻ. ഭഗവാന്റെ പുഞ്ചിരിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിർത്തുകയും നിലനിർത്തുകയും അതേമാതിരി നശിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാം സൃഷ്ടിച്ച് രക്ഷിച്ച അഴിക്കുന്നതും ഈ ഒരു പുഞ്ചിരി മാത്രം. ആ പുഞ്ചിരി എന്ന് പറയുന്നത് സമൃദ്ധമായിട്ട് ഭഗവാന്റെ കയ്യിൽ ഉണ്ട് താനും. അത് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ കയ്യിലുണ്ട്. ബാക്കി പറയുന്ന ആയുധങ്ങൾ മുഴുവനും കവികൾ അവരുടെ ഭാവനാപൂർവ്വം കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ആയുധം മതിയല്ലോ, അത് ഭഗവാന്റെ കയ്യിലുണ്ട്. അപ്പൊ ഒരു മഹാബലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ബലം. അതാണ് ആ ബലം അർജുനന്റെ കൂട്ടത്തിലുണ്ട്. പിന്നീട് മൂന്നാമതൊരു ബലത്തിനെയും കൂടെയുണ്ട്, നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്തതായ ഒരു ബലം. അതായത് ഈ ആസന്നമാകാൻ പോകുകയാണ് മഹാഭാരത യുദ്ധം എന്നറിഞ്ഞിട്ട് മഹാഭാരത യുദ്ധത്തില് ഒരു ആശങ്ക അർജുനനുണ്ടായി. അതായത് ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് ഒരു വിജയപരാജയങ്ങളുടെ മാത്രമല്ല, ഒരു ബലപരീക്ഷണം മാത്രമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പകരം എന്ന് പറയുന്നത് ഇത് ഒരു ജീവൻ അപായത്തിൽ തന്നെ പോകുന്ന തരത്തിലുള്ളൊരു മഹായുദ്ധമായിരിക്കും. ഇതിനകത്ത് എത്ര പേര് സർവൈവ് ചെയ്യുമെന്നോ, പാണ്ഡവപക്ഷത്തിന് ബലം ശക്തി അവർക്ക് രക്ഷയുണ്ടാകുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ബ്രഹ്മാസ്ത്രം വരെ അർജുനൻ അറിയാം. അപ്പോൾ ഇതിനകത്ത് അർജുനൻ നോക്കിക്കഴിയുമ്പോൾ ബ്രഹ്മാസ്ത്രം വരെയുള്ള സർവാസ്ത്രങ്ങളും കർണനും അറിയാം. എന്ന് മാത്രമല്ല ഈ മഹാരഥന്മാരിൽ പലർക്കും അറിയാം. അശ്വത്ഥാമാവിനറിയാം, ഇങ്ങനെ ദിവ്യാസ്ത്രം ഭീഷ്മർക്കറിയാം, ദ്രോണർക്കറിയാം, അതേമാതിരി ധർമ്മപുത്രർക്കറിയാം. ഇതിനകത്ത് മഹാരഥന്മാർക്കൊക്കെ അറിയാവുന്ന അസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ അർജുനന്റെ കയ്യിലുമുള്ളത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർജുനന് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറയുന്നത് സാമർഥ്യമുണ്ട്. അതായത് ഈ സാമർഥ്യം എന്ന് പറയുന്ന സവ്യസാചി എന്നുള്ള പേര് കിട്ടിയത് കാരണം ഇടത്തെ കൈ കൊണ്ടും വലത്തെ കൈ കൊണ്ടും കൂടി ഒരേപോലെ തന്നെ അസ്ത്രപ്രയോഗം നടത്താനുള്ള സാമർഥ്യം ഇതെല്ലാവർക്കും ഇല്ല. ചിലർക്കാണെങ്കിൽ ഒരു കൈ ഇടത്തെ കൈ ആണെങ്കിൽ അത് മാത്രമേ പറ്റത്തുള്ളൂ, ചിലർക്ക് വലത്തെ കൈ ആണെങ്കിൽ അത് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ അർജുനനെ സംബന്ധിച്ചിടത്തോളം വലത്തെ കൈ കൊണ്ട് എപ്രകാരമാണോ അസ്ത്രം പായിക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ ശക്തി ഇടത്തെ കൈ കൊണ്ടും പറ്റും എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അധിക സാമർഥ്യം, ബലം, ശിക്ഷണം തുടങ്ങിയിട്ടുള്ളവ അർജുനനുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷെ അർജുനന് ഒരു ആശങ്കയുണ്ടായി. ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാന് പ്രഹസൻ എപ്പോഴും ഭഗവാന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന ഒരു പരിഹാരമുണ്ട്. അതായത് ഇന്നോളം മനുഷ്യരിൽ ആർക്കും തന്നെ കിട്ടാത്തതായ ഒരു ദിവ്യാസ്ത്രം ഭഗവാൻ പരമേശ്വരനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നേടൂ അർജുന എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന് പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അർജുനൻ തപസ് ചെയ്ത്, നമുക്കറിയാവുന്ന ആ കിരാതം എന്ന് പറയുന്ന ആ ഒരു രംഗം, അത് കിരാത വേഷത്തില് കാട്ടാളന്റെ വേഷത്തിൽ ഭഗവാനും പാർവതി ദേവിയും എത്തി അവിടെ നടത്തിയ പരീക്ഷണങ്ങളിലെല്ലാം അർജുനന് വിജയിച്ചതായിട്ട് ഭഗവതി അങ്ങ് പ്രഖ്യാപിക്കുകയും ഭഗവാൻ പരമേശ്വരന് തൃപ്തനായിട്ട് ഈ അർജുനന് പാശുപതാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. പാശുപതാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പശുപതി എന്ന് പറയുന്നത്, പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്, പശുപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ നാഥൻ എന്നാണ് അർത്ഥം. അപ്പൊ സർവ്വജീവന്മാരും പശുക്കളാണ്. പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നർത്ഥം ഈ സംസ്കൃതത്തിൽ.
സർവ്വജീവജാലങ്ങളെയും പശു മൃഗങ്ങളായിട്ട് പറയുകയും അവയുടെ നാഥൻ പശുപതി എന്നുള്ള രീതിയിൽ പ്രസിദ്ധനായി തീർന്ന ഭഗവാന്റെ അസ്ത്രമാണ് ആർക്കും തടുക്കാൻ സാധ്യമല്ലാത്തതായ അമോഘം എന്ന് പറയുന്ന ആ അസ്ത്രമാണ് പാശുപതാസ്ത്രം. ആ പാശുപതാസ്ത്രം അവിടെ അർജുനന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു എപ്പോൾ സ്മരിച്ചു കഴിഞ്ഞാലും അർജുൻ ഇത് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അസ്ത്രം തൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉപസംഹരിക്കുവാന് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും പിന്നെ ഈ അർജുനും അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള അസ്ത്രം. ഈ അസ്ത്രത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഭൂമി ദഹിച്ചു പോകും. അതുപോലെയാണ് ഭഗവാൻ പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിസ്വരൂപമാണ്. മൂന്നാം കണ്ണെന്ന് പറയുന്നത് തന്നെ അഗ്നിക്കണ്ണാണല്ലോ. അപ്പൊ അഗ്നിയാണല്ലോ. അപ്രകാരം സ്വയം അഗ്നിസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ ഒരു ദിവ്യാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവ്യാസ്ത്രത്തെ സ്മരിച്ചാൽ, ശേഷിയില്ലാത്ത തപസ്സില്ലാത്ത ഒരാളാണ് ആ ദിവ്യാസ്ത്രത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ സ്മരണം കൊണ്ട് തന്നെ ഈ വ്യക്തി ദഹിച്ചു പോകും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു അസ്ത്രമാണ്. അപ്പോൾ അതെടുത്ത് അർജുനനൊന്ന് വില്ലിൽ ഒന്ന് ഞാണിലേക്ക് ചേർത്താൽ, വില്ലിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ കുരുക്ഷേത്ര ഭൂമി കത്താൻ തുടങ്ങുന്നിടത്തും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള അതും അർജുനന്റെ കയ്യിലുണ്ട്. പക്ഷെ അർജുനൻ ഒരിക്കലും ഉപയോഗിച്ചില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് അധിക ബലമാണ്. അതുകൊണ്ടാണ് ദുര്യോധനന് ഒരു ഈ യുദ്ധാരംഭത്തിൽ തന്നെ ഒരു ആശങ്കയുടെ ഒരു ലക്ഷണങ്ങളും അവിടെ നമുക്ക് പ്രകടിപ്പിച്ചതായിട്ട് പറയാൻ സാധിക്കുന്നതിന്റെ പല കാരണങ്ങളിലൊന്നും ഇതും കൂടെ പറയാം. അപ്പൊ ഇപ്രകാരം ഉള്ള അതിബലവാനായിട്ടുള്ള അർജുനന് അത്യധികം ഉത്സാഹത്തോടു കൂടിയിട്ട് പ്രവൃത്തി അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട എന്നുള്ളതാണ്. പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ എന്ന്. വില്ലിനെ എടുത്തു ഉയർത്തിയിട്ട് ഋഷികേശം തഥാവാക്യം ഇതമാഹ മഹീപതേ, അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ, ഇപ്രകാരം ഈ വാക്കുകളെ പറഞ്ഞു. അർജുന ഉവാച സേനയോരുഭയോർ മധ്യേ, ഉഭയോഹോ സേനയോഹോ മധ്യേ, ഇരുസേനകളുടെയും മധ്യത്തിൽ രഥം സ്ഥാപയ, എന്റെ രഥത്തിനെ എന്റെ രഥം സ്ഥാപയ, എന്റെ രഥത്തിനെ സ്ഥാപിച്ചാലും അച്യുത, അല്ലയോ അച്യുത. യാവത് ഏതാൻ നിരീക്ഷേ അഹം ഞാൻ, യാവത്ത് ദേശം സ്ഥിത്വ എന്നർത്ഥം. ഏത് ദേശത്ത് നിന്നുകൊണ്ട് നിരീക്ഷേ എനിക്ക് കാണാൻ സാധിക്കുന്നുവോ, യോദ്ധുകാമാൻ യുദ്ധം ചെയ്യാൻ ഇച്ഛിക്കുന്നവരായിട്ട്, യോദ്ധുകാമാൻ അവസ്ഥിതാൻ സ്ഥിതി ചെയ്യുന്ന, കൈഹി മയാസഹ എന്നോടൊപ്പം ആരൊക്കെയാണോ, കൈർമയാ സഹയോധവ്യം യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കുന്നത്, അസ്മിൻ രണസമുദ്യമേ ഈ യുദ്ധക്കളത്തിൽ, രണസമുദ്യമേ ഈ യുദ്ധ രംഗത്തിൽ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവരായിട്ട് ആരൊക്കെയാണോ ഉള്ളത് അവരെ എനിക്ക് എവിടെ നിന്നാൽ നല്ലവണ്ണം കാണാൻ സാധിക്കുമോ അവിടേക്ക് ഈ രഥം കൊണ്ടുപോയി സ്ഥാപിച്ചാലും ഹേ അച്യുത എന്ന് പറയും. അച്യുത എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലും ച്യുതി എന്ന് പറയുന്നത് സംഭവിക്കാത്തവൻ അച്യുതൻ. ച്യുതി എന്ന് പറഞ്ഞാൽ സ്വരൂപാച്യുതി, അതിനെയാണ് ച്യുതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ ച്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രസന്നമായിട്ടിരിക്കുന്നു, ആ പ്രസന്നതയിൽ നിന്ന് ദുഃഖത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ അവിടെ ഒരു ച്യുതി സംഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നിന്നും മറ്റൊരു സ്ഥിതിയിലേക്കുള്ള മാറ്റത്തിനെയാണ് ച്യുതി എന്ന് പറയുന്നത്. അപ്രകാരം ഒരു ച്യുതി ഒരിക്കലും സ്വരൂപത്തിൽ നിന്നും ച്യുതി സംഭവിക്കാത്തത് കൊണ്ടാണ് ഭഗവാനെ അച്യുതൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. യോത്സ്യമാനാൻ അവേക്ഷേഹം യയേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ യുദ്ധേ പ്രിയ ചികീർഷവഃ. അഹമവേക്ഷേ എനിക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണോ അവിടെ. അഹമവേക്ഷ എനിക്ക് ഞാൻ കാണണം എവിടെ. യേതേത്ര സമാഗതാഃ ഏതേ ഇവർ, അത്ര സമാഗതാഃ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന, യോത്സ്യമാനാൻ യുദ്ധം ചെയ്യാന്, ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ യുദ്ധേ പ്രിയ ചികീർഷവഃ യുദ്ധക്കളത്തിൽ പ്രിയ ചികീർഷവ പ്രിയത്തെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ട്. ആർക്ക്? ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ, ധൃതരാഷ്ട്രപുത്രന്മാർക്ക് പ്രിയം നൽകിക്കൊണ്ട് ഈ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ട്, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ട്
ഈ ധാർത്തരാഷ്ട്രർക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ആരൊക്കെയാണോ വന്നിരിക്കുന്നത്, സമാഗതരായിരിക്കുന്നത്, അവരെ ഞാൻ അവരെ ഞാൻ കാണട്ടെ എന്ന് ഭഗവാന്റെ അടുത്ത് അർജുനൻ പറഞ്ഞു. അപ്പൊ അർജുനൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതായത് ഇവിടെ മുന്നിൽ നിലനിൽക്കുന്ന ആൾക്കാരെ ഞാനൊന്ന് കാണട്ടെ. ഇതൊരു നമ്മൾ പറയത്തില്ലേ, ഞാൻ ഇതിനെയാണ് അവലോകനം ചെയ്യാന്ന് പറയുന്നത്. ശത്രുബലത്തെ ഒന്ന് അവലോകനം ചെയ്യട്ടെ എന്നുള്ള ഒരു താല്പര്യം നമുക്ക് ഇവിടെ എടുത്താൽ മതി. അതായത് ആരൊക്കെയാണ് ധൃതരാഷ്ട്ര പക്ഷത്ത് നിന്നുകൊണ്ട് പിന്നെ മാറിപ്പോരുതല്ലോ. കാരണം ഇവിടെ വന്നു നിൽക്കുന്ന ആരൊക്കെയാണെന്നുള്ളതിനെ മാറിപ്പോരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്ത് നിൽക്കുന്നത് നമുക്ക് അറിയാത്ത അപരിചിതരായിട്ടാണെങ്കിൽ ദൂരദേശവാസികളാണെന്നുണ്ടെങ്കിൽ ഇവർ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് തീരുമാനിക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം നമ്മളുടെ ബുദ്ധിയിലേക്ക് പോവാത്ത തരത്തിൽ പല പല ആൾക്കാരുമുണ്ട്, സ്വജനങ്ങളായിട്ട് ബന്ധുക്കളായിട്ട് മിത്രങ്ങളായിട്ടൊക്കെ ഉള്ളത്. അവർ ശത്രുപക്ഷത്താണോ നിൽക്കുന്നത് അതോ സ്വപക്ഷത്താണോ നിൽക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം വേണമെങ്കിൽ വന്നു പോയേക്കാം. അപ്പൊ ഇങ്ങനത്തെയുള്ള ഒരു സാഹചര്യം എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രമുഖന്മാരെ എല്ലാം ഒന്ന് കാണട്ടെ. കാരണം ഒരു മഹാരഥനായിട്ടുള്ള യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം മറുപക്ഷത്തുള്ള മഹാരഥന്മാരെ നോക്കിയാൽ മതി. അതായത് അത്രയ്ക്ക് പരിമിതമാണ്. അതായത് ഒരു സാധാരണക്കാരനും പോയിട്ട് അർജുനോട് ഏറ്റുമുട്ടാൻ പോകത്തില്ല. അതുപോലെ അർജുനാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരോടും പോയിട്ട്, കൗരവപക്ഷത്തുള്ള ആരാണെങ്കിലും ഒരു സാധാരണക്കാരോട് അല്ലെങ്കിൽ തന്നെക്കാളും ശേഷി കുറവായിട്ടുള്ള ആൾക്കാരോട് പോയിട്ട് യുദ്ധം ചെയ്യാൻ പോകത്തില്ല. അല്ലെങ്കിൽ അവര് പോയിട്ട് ടീസ് ചെയ്യുക, അവര് പോയിട്ട് ആ തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. അത് കാരണം അർജുനെ സംബന്ധിച്ചിടത്തോളം പ്രമുഖരായിട്ട് നിൽക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ മതി. ഈ ഒരു ഉദ്ദേശത്തോടുകൂടി ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ ഇത് കേട്ട ഉടൻ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അത് ആ പ്രവൃത്തി അങ്ങ് ചെയ്തു. ഇനിയിപ്പോ അതാണ് ഈ പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് സഞ്ജയനാണ്. അതുകൊണ്ട് സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. അപ്പൊ സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? സഞ്ജയൻ പറഞ്ഞത് ധൃതരാഷ്ട്ര മഹാരാജാവിനോടാണ്. അതുകൊണ്ട് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത് ഭാരത എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ധൃതരാഷ്ട്ര അല്ലയോ ഭാരത. ഏവമുക്ത ഋഷികേശ, പറയപ്പെട്ടതായ ഋഷികേശൻ. ആരാൽ? അർജുനനാൽ. ഗുഡാകേശന, ഗുഡാകേശൻ എന്ന് പറയുന്ന അർജുനന്റെ മറ്റൊരു പേരാണ്. ഗുഡാക എന്ന് പറഞ്ഞാൽ തമസ്, ഗുഡാക എന്ന് പറയുന്ന തപസ്സിനെ അതിക്രമിച്ചവൻ എന്നർത്ഥം. ഇതിന് പരാമർശിക്കുന്നതായിട്ടൊരു കഥയുണ്ട്. അതായത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അർജുനന് ഏകനായിട്ട് അവിടെ ഈ പരിശീലന സ്ഥലത്ത് പോയിട്ട് അസ്ത്രാഭ്യാസം നടത്തി. അങ്ങനെ അസ്ത്രാഭ്യാസം നടത്തുന്നതിന്റെ ശബ്ദം കേട്ടിട്ട് ദ്രോണാചാര്യർ വന്ന്, പഠിക്കുന്ന കാലത്ത് ദ്രോണാചാര്യർ വന്ന് നോക്കിയിട്ട് ഇരുട്ടിൽ നിന്നുകൊണ്ട് എങ്ങനെ അഭ്യാസം നടത്താം എന്നുള്ളതാണ് അവിടെ പരീക്ഷ നടത്തിയത്. അപ്പൊ അതിൽ തൃപ്തനായിട്ട് അതിനു വേണ്ടുന്ന മന്ത്രോപദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് തമസിനെയും അതിക്രമിക്കുന്ന തരത്തിലുള്ള ശേഷിയോട് അതിക്രമിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ഗുഡാകേശൻ എന്നുള്ള പേര് കിട്ടി. അപ്പൊ ഇപ്രകാരം ഗുഡാകേശനായിട്ടുള്ള അർജുനനാൽ പറയപ്പെട്ടതായ ഋഷികേശൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഋഷികാണാം ഇന്ദ്രിയാണാം ഈശഃ എന്നർത്ഥം. ഋഷികങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ അധിപനായിട്ടുള്ള ഭഗവാന്റെ മറ്റൊരു പേര് ഋഷികേശ. ഹൃ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഋഷികേശൻ എന്ന് പറഞ്ഞിട്ട് ഋ ആയിട്ട് കേട്ട്. ആ ഋ എന്ന് പറയുന്നത് ഋഷികേശ് അല്ല ശരിക്കും ആ സ്ഥലത്തിന്റെ പേര്, അത് ഹൃഷികേശാണ്. പക്ഷേ നമ്മളത് പറഞ്ഞ് ഋഷികേശായി എന്നർത്ഥം. അത് സാധാരണ സ്ഥലനാമങ്ങൾക്ക് ഒക്കെ അങ്ങനെയാണ്. സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഉത്തമം രഥോത്തമം സ്ഥാപിച്ചിട്ട് സേനയോഹോ ഉഭയോഹോ മധ്യേ. എവിടെ സ്ഥാപിച്ചിട്ട്? സേനയോഹോ ഉഭയോഹോ മധ്യേ. ഉഭയോഹോ സേനയോഹോ മധ്യേ. ഇരു സേനകളുടെയും മധ്യത്തിലായിട്ട് ഉത്തമമായ രഥത്തെ, അർജുനന്റെ രഥം ഏറ്റവും ഉത്തമമായിട്ടുള്ള രഥമാണ്, അഗ്നിദേവൻ കൊടുത്ത രഥമാണ്, സ്ഥാപിച്ചിട്ട് ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം. അപ്പൊ സർവേഷാം മഹീക്ഷിതാം ഭീഷ്മദ്രോണ പ്രമുഖതഃ. അപ്പൊ ഇവരുടെ എല്ലാം മധ്യത്തിലായിട്ട് നിർത്താം. എല്ലാ രാജാക്കന്മാരെയും നിന്നാൽ കാണാവുന്ന സർവേഷാം മഹീക്ഷിതാം എല്ലാവരുടെയും എല്ലാ മഹീക്കും, മഹി എന്ന് പറയുന്നത് ഭൂമി, മഹീക്ഷിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അധിപന്മാർ. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ
ഭീഷ്മദ്രോണ പ്രമുഖത, ഭീഷ്മർ ദ്രോണർ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള രാജാക്കന്മാരുടെ മുന്നിലായിട്ട് രഥത്തെ നിർത്തിയിട്ട് ഉവാച പാർത്ഥ പശ്യൈതാൻ, ഉവാച പറഞ്ഞു, ഹേ പാർത്ഥ, പശ്യ ഏതാൻ സമവേതാൻ കുരൂൻ ഇതി. ഏതാൻ സമവേതാൻ, ഈ സമവേതാൻ പരന്നു നിൽക്കുന്നതായിട്ടുള്ള ഏതാൻ, അതായത് നിരന്നു നിൽക്കുന്നവരായിട്ടുള്ള ഈ കുരൂൻ പശ്യ എന്ന്, കുരുക്കളെ കാണുക എന്ന് പറയും. അപ്പൊ കുരുവംശജരെ കാണുക എന്ന് പറയും. അപ്പൊ ഇത്രയും ഭഗവാൻ പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മൾ ഈ രംഗം എന്താ കാണുന്നത്, അതായത് ഇരുപക്ഷത്തും സേനകൾ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു. പെട്ടെന്ന് അർജുനന്റെ തേര് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഇരു സേനകളുടെയും മധ്യത്തിലായിട്ട് കൊണ്ട് നിർത്തുന്നത് ഇരു സേനകളും അവിടെ നിന്നുകൊണ്ട് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നിർനിമേഷരായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഭഗവാൻ അർജുനോട് ഒരു വാക്കും പറഞ്ഞു. അർജുന, ഇരുപക്ഷത്തും എന്നുള്ളത് ബ്രാക്കറ്റില്, അതായത് ഇവിടെ നിരന്നു നിൽക്കുന്നതായിട്ടുള്ള ഈ കുരുക്കളെ, കുരുവംശജരെ ഹേ അർജുന നീ കാണൂ എന്ന് പറയും. ഭഗവാൻ പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കണം. കുരൂൻ ഇതി. കുരൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുരുവംശത്തിൽ പിറന്നവൻ. കുരുവംശത്തിലാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും ജനിച്ചത്. ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരനും എന്ന് പറയുന്ന ഇവര് 3 പേരുമുണ്ട്. അതിൽ വിതുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശൂദ്രനായിട്ടാണ് ഗണിച്ചിരിക്കുന്നത്. വിതുരൻ ശൂദ്രനാണ്. ധൃതരാഷ്ട്രർ ക്ഷത്രിയനാണ്, പാണ്ഡുവും ക്ഷത്രിയനാണ്. വിതുരൻ ശൂദ്രനാണ്, ശൂദ്രസ്ത്രീയിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ആ വിതുരനാണ് ഹസ്തിനാപുരത്തിലെ മന്ത്രി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്നത്തെ കാലത്ത് ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു പ്രശ്നമായിട്ടെങ്ങും തോന്നിയിരുന്നില്ല. അതായത് ധൃതരാഷ്ട്രരുടെ ഒപ്പവും പാണ്ഡുവിന്റെ ഒപ്പവും അന്യനല്ലാത്തവനായിട്ട് തന്നെ സ്വന്തം സഹോദരൻ തന്നെ. ഇനി ബ്രാഹ്മണരുണ്ടെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനും ഒരു സഹോദരനാവും, ക്ഷത്രിയനും ഒരു സഹോദരനാവും, വൈശ്യനും ഒരു അമ്മയ്ക്ക് ഒരു പിതാവിന് നാല് പേരിൽ നിന്ന് ഈ 4 പുത്രന്മാരുണ്ടെങ്കിൽ ഈ 4 പേരും ഒരേപോലെ ഒരു വീട്ടില് ബ്രാഹ്മണനായിട്ടും ക്ഷത്രിയനായിട്ടും വൈശ്യനായിട്ടും ശൂദ്രനായിട്ടും താമസിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും പ്രവർത്തികൾ പങ്കിടുകയും ഒക്കെ ചെയ്യുന്നത് സഹജമായിരുന്ന സർവ്വസാധാരണമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നീട് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതെന്നുള്ളത് അത് ഓരോരുത്തരുടെ കാലാകാലങ്ങളിൽ വിവരക്കേടിന്റെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് എപ്രകാരമാണ് ഓരോരുത്തരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാർത്തകൾ വികൃതമാക്കി അവതരിപ്പിക്കുന്നത് വേറൊരു ഇഷ്യൂ. ഇപ്പം തന്നെ നമുക്ക് കാണാൻ തുടങ്ങും എന്തൊക്കെയാണ് വാർത്തകൾ മനഃപൂർവ്വം ഉണ്ടാക്കിയിടുന്നതും. വാർത്തകളെ അത് 1000 വാർത്തകളിൽ ഒരേപോലെയുള്ള 10-15 വാർത്തകളിൽ നിന്ന് ഒന്ന് മാത്രം എടുത്തുകൊണ്ട് ഒരു പക്ഷത്തെ മാത്രം വിമർശിക്കുന്ന തരത്തിലാക്കി എടുക്കല്, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സത്യസന്ധമായിട്ടുള്ളതൊന്നുമല്ല. ഇത് മാത്രമല്ല ഈ സമൂഹത്തെക്കുറിച്ചിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെക്കുറിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് കാലാകാലങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിഷയം തന്നെ അതിനകത്ത് വരികയും ചെയ്യും. പക്ഷെ ഈ സന്ദർഭത്തിൽ നമ്മൾ അതും കൂടെ സ്മരിക്കണം. കാരണം ഇവിടുത്തെ പ്രയോഗം ഇതാണ്, കുരൂൻ എന്ന്. ആ കുരൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുവംശത്തിൽ ഉള്ളവരെ മുഴുവൻ കാണൂ എന്ന് പറഞ്ഞു. അപ്പം കുരുവംശത്തിലുള്ളവരെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ കാണുമെന്നാ? കുരുവംശത്തിലാണ് ധൃതരാഷ്ട്രപുത്രന്മാര്, കുരുവംശത്തിലാണ് പാണ്ഡവപുത്രന്മാര്. ഇപ്പം വിതുരന് പുത്രന്മാരില്ല. അപ്പൊ അവിടെ ആ വിതുരനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം വിതുരനാണ് അവിടുത്തെ മന്ത്രി. അപ്പൊ ഒരു മന്ത്രി, ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പ്രധാന സച്ചിവൻ, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വിതുരൻ തന്നെയാണ്, ശൂദ്രനാണ്. അപ്പൊ ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസപ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിന്ദ്യമായിട്ടുള്ള രീതിയിൽ ആക്കി വെക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായത് പിന്നീട് അതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത്, ഇന്ത്യക്കാർ ഇങ്ങനെയായിരുന്നു എന്ന് ബ്രിട്ടീഷ് ഫോറിനേഴ്സ് എഴുതി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ സമൂഹം എങ്ങനെയായിരുന്നു, ഇന്ത്യൻ ചരിത്രം എന്തായിരുന്നു എന്നുള്ളതിന്റെ മുഴുവനും ഈ 18-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ട് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യ പഠിക്കാൻ വന്നിട്ട് ഇന്ത്യയെ മനസ്സിലാക്കി വെച്ചിട്ട് എന്നുള്ള രീതിയിൽ അവർ എഴുതി വെച്ചിരിക്കുന്നതായ എഴുത്തുകളെ വെച്ചുകൊണ്ടാണ്, പിന്നീട് അതിനെ റെഫറൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ്, പിന്നീട് അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവിടെ ലോക്കൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും അതേമാതിരി ബാക്കിയുള്ള വിഷയങ്ങൾ, സാമൂഹ്യ ശാസ്ത്രങ്ങളും ഒക്കെ ഉള്ളവർ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എഴുതാൻ തുടങ്ങിയത്.
അപ്പൊ ഇതിനകത്ത് ആരാണ് ഗൈഡ് ലൈൻസ് ഇട്ട് കൊടുത്തതെന്നാ? വേറെ ആരുമല്ല, യൂറോപ്യൻസ് ആണ്. അവരുടെ ഒരു സ്വഭാവമുണ്ട്. അവരെവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനെ ഒരു അനലിറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അവതരണം നടത്തും. ഇങ്ങനെ അവതരണം നടത്തുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവതരണം നടത്തുക എന്ന് പറയുന്നത് പിന്നീട് എങ്ങനെയാണ് ഇവരെ ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ഇവരെ മതം മാറ്റേണ്ടത്, എങ്ങനെയാണ് ഇവരിലേക്ക് ഞങ്ങളുടെ ആശയങ്ങൾ കൊടുക്കേണ്ടത്, ഇതിന്റെ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെയാണ് ഒരു മാനേജ്മെന്റ് ഒരു പ്രോഡക്റ്റ് ഒരു സമൂഹത്തിൽ ഇറക്കുന്നതിന് മുമ്പ് ആ പ്രോഡക്റ്റിന്റെ ഇറക്കാൻ പോകുന്ന സമൂഹത്തെക്കുറിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടിനനുസരിച്ചിട്ട് ഏതൊക്കെയാണ് ഇതിന്റെ ദുർബല സ്ഥലങ്ങള്, ആ ദുർബല സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അത് തകർത്ത് ആ ദുർബലമായിട്ടൊരു കോട്ടയുടെ ദുർബലത ഏത് ഭാഗത്തുനിന്ന് അറിഞ്ഞിട്ട് അതിനെ തകർത്തുകൊണ്ട് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാവുന്നത് പോലെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും ദുർബലമായ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗവും ഏറ്റവും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തണം. ഇങ്ങനെ നടത്തിയിട്ട് ഏത് ദേശത്ത് പോയി കഴിഞ്ഞാലും ഇതേമാതിരി സ്റ്റഡി നടത്താൻ ഒരു കൂട്ടം പോവുക എന്നുള്ളത് ഒരു പ്രവണതയാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ നമുക്ക് ഒരുപാട് വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് വന്നത്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യസന്ധമായിട്ട് വേൾഡ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻസ് എഴുതിയ വേൾഡ് ഹിസ്റ്ററി സത്യസന്ധമായിട്ടുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ഹിസ്റ്ററിയാണ്. ആ സ്വന്തം ഹിസ്റ്ററിക്കകത്ത് മറ്റുള്ള രാജ്യക്കാരെയും മറ്റുള്ള സ്ഥലങ്ങളെയും ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഒരു തട്ടിപ്പിന്റെയാണ്. കാരണം ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത് ഇവര് ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്ക് ഇവർ പോയി എന്ന് വെച്ചു. അതായത് പുതിയ സ്ഥലത്തേക്ക് ഇപ്പോൾ അമേരിക്കയിലേക്ക് എത്തി അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എത്തിക്കഴിഞ്ഞ സ്ഥലത്ത് ഉള്ളവരെ മുഴുവൻ ഇവരങ്ങോട്ട് വെടിവെച്ച് കൊന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ അവർ വെടിവെച്ച് കൊന്നിട്ട് അവരുടെ ആധിപത്യം സ്ഥാപിച്ചു. അതായത് പ്ലണ്ടറിങ് നേച്ചറോട് കൂടിയിട്ടുള്ളവരാണ് പോകുന്നത്, കുത്തി കവർച്ച എന്നുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഇത് കേട്ടറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇപ്പം ഫ്രാൻസിലാണെന്നുണ്ടെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള ആൾക്കാർ പുറത്തു പോയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദ്യം വരുമല്ലോ. ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ഉടൻ തന്നെ ആ ചോദ്യത്തിന് മുഴുവനും കൂടെ ഒരു സമാധാനം പറയാൻ വേണ്ടിയിട്ട് ഒരു ചരിത്രം ഉണ്ടാക്കിയിട്ട് ഒരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് ഈ കെട്ടുകഥയും കൊണ്ടാണ് തിരിച്ചവർ സ്വരാജ്യത്തേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഇവര് ഇങ്ങനെയുള്ള മനുഷ്യരെ തന്നെ തിന്നുന്നവരായിരുന്നു, അല്ലെങ്കിൽ അക്രമ സ്വഭാവങ്ങളായിരുന്നു. അവർ രഹസ്യമായിട്ട് വന്നിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് പോയിട്ട് കപ്പലിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ കൊല്ലുന്നതൊരു കുറ്റമല്ല, പകരം അവരെ ഡിഫെൻഡ് ചെയ്യാൻ നിന്നു എന്നുള്ളത് ഒരു വലിയ കുറ്റമായിട്ട് പറയുകയും അങ്ങനെ അവരെ തേജോവധം ചെയ്യുക. ആദ്യം അവരുടെ വംശനാശം വരുത്തുക. വംശനാശം വരുത്തുന്നതിലേക്ക് എത്താതെ അതിനു മുമ്പ് തന്നെ ഇവര് സറണ്ടർ ആകുകയാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു സ്വന്തം നിലയിൽ ഇത് മുഴുവനും ഞങ്ങൾ സംസ്കരിച്ചു, ഞങ്ങൾ ഉദ്ധരിച്ചു, ഞങ്ങൾ അങ്ങനെ അവരെ വിശിഷ്ടരാക്കി എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ അവരെ നശിപ്പിച്ചു, അവരത്രയ്ക്ക് നീചന്മാരായിട്ടുള്ളവരെന്നുള്ള രീതിയിൽ ഈ ഒരു പാറ്റേൺ ഇതിനെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി വെക്കൽ ഒരു സ്വഭാവമായിട്ട് മാറി. അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് കുറച്ചുകൂടെ സംസ്കരിച്ച് നല്ല മനുഷ്യരാക്കി എടുത്തിട്ട് തിരിച്ചും മറിച്ചും കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി കഴിയുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വന്ന് കൂടുതൽ ഉത്തരങ്ങൾ വന്ന് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന രീതിയിൽ ഒരു രൂപം കിട്ടിയെന്ന് മാത്രം. അതിൻ്റെതായിട്ടുള്ള രീതി പോട്ടെ. ഇപ്പൊ നമുക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് കാണിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുള്ള പറച്ചിലെന്നുള്ളത്. അതായത് ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയവും അതിനു മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരാളുടെ പറച്ചിലുണ്ട്, ഒരു വീടിന് ഒരു വാതിലിന്റെ ആവശ്യമില്ലാത്ത വണ്ണം സത്യസന്ധരായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് മാതിരി ഏറ്റവും സുഖകരമായിട്ടുള്ള രീതിയിൽ ഒരാരോഗ്യത്തിന് പ്രശ്നവുമില്ലാത്ത രീതിയിൽ സമ്പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയ മനുഷ്യര്. പകർച്ചവ്യാധി എന്ന് പറയുന്നത് ഉണ്ടാവത്തില്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് മറ്റു പല സ്ഥലത്തും പ്ലേഗ് തുടങ്ങിയിട്ടുള്ള മഹാവ്യാധികൾ വന്നിട്ട് വംശനാശങ്ങൾ തന്നെ വരുമ്പോൾ ഇന്ത്യയിലെ ഒരു മഹാവ്യാധി എന്ന് പറയുന്നത് വരാൻ തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ശേഷമാണ്. കൽക്കട്ടയിലുണ്ടായ മഹാവ്യാധി, അവിടെ ഇതുണ്ടായ പ്ലേഗും അതേമാതിരി ഉണ്ടായത്. അതായത് ഭക്ഷണമില്ലായ്മ കൊണ്ട് ആൾക്കാർ കൊടിയ പട്ടിണിയിൽ മരിച്ചു വീഴലും തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായത് ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ ശേഷം. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, അതായത് എങ്ങനെയാണ് ഈ ചരിത്രത്തിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഇവരെന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഉപരിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി.
അതായത് ഇവിടെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്തിന് സമമല്ല മറ്റൊരു സ്ഥലം. ഇവിടെ ഉണ്ടായിരുന്ന അനേക രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനേക സംസ്കാരങ്ങളാണ്, രാജ്യങ്ങളല്ലത്, അനേകം സംസ്കാരങ്ങളുടെ ഒരു സമീകൃത രൂപം എന്നർത്ഥം. അപ്പൊ ഇതിനകത്ത് ഇവിടെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വീട്ടിലെ പല മുറികള് പല സഹോദരങ്ങൾക്കായിട്ട് വീതം വെച്ചിട്ട് ആ സഹോദരങ്ങൾ താമസിക്കുന്ന മുറി അവരുടേതെന്നുള്ള രീതിയിൽ ഗൃഹനാഥനായിട്ടുള്ള പിതാവോ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്നവരോ എല്ലാവരെയും ഒരേപോലെ മാനിച്ചുകൊണ്ട് സ്വന്തം മുറിയിൽ ഇരിക്കുന്നത് പോലെ ഇവിടെയും പല പ്രാവശ്യം പല മഹാരഥന്മാരും മഹാചക്രവർത്തിമാരും രാജസൂയം എന്ന് പറയുന്ന തരത്തിലുള്ള അശ്വമേധം എന്ന് പറയുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാലഘട്ടം തൊട്ട് തന്നെ ഒരു പ്രാവശ്യം അവര് ഈ ലോകം ഈ ഭാരതം മുഴുവനും ഏകരാജ്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു യജ്ഞം നടത്തുന്നത്. ആ യജ്ഞമാണ് അന്നും അവിടെ പ്രധാന യജ്ഞമാണ്. ആ യജ്ഞത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് യജ്ഞം നടത്തുന്നത്. ചിലതാണെങ്കിൽ അശ്വമേധത്തിന്റെ രൂപത്തിൽ, ചിലത് രാജസൂയത്തിന്റെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ നടത്തും. ഇങ്ങനെ നടത്തി കഴിയുമ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള എല്ലാ രാജ്യങ്ങളോടും സൗഹൃദം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സൗഹൃദം രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം ഇവിടെ ഇപ്പോൾ ഈ യജ്ഞം ചെയ്യുന്ന ചക്രവർത്തി വളരെയധികം ശക്തി ആർജിച്ചിരിക്കുന്ന ഈ ചക്രവർത്തി സ്ഥാനം അലങ്കരിക്കാൻ യോഗ്യനായിട്ടുള്ള ഈ വ്യക്തിക്ക് വിധേയമായിട്ട് നിൽക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമാണത്. ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കും. അവരൊരു ഉപഹാരം അയച്ചിട്ട് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ ബന്ധുക്കളാണ്, മിത്രങ്ങളാണ്. അതേസമയം ആരെങ്കിലും പറയുകയാണ് ഇത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു ചെറിയ പടയോട്ടം ഉണ്ടാവും. ആ പടയോട്ടം എന്ന് പറയുന്നത് ജനങ്ങളെ പീഡിപ്പിക്കാത്ത പടയാണ്, ജനങ്ങളല്ല അതിനകത്ത്. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സൈനികര് പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെങ്കിൽ വന്നു പ്രതിരോധിക്കൂ. സൈനികരല്ലാത്ത മറ്റ് ഒരു വ്യക്തിയുടെ മേലും ദേഹോപദ്രവം ഏൽപ്പിക്കാത്ത വിധം വളരെ ലിമിറ്റഡ് കാൽക്കുലേറ്റഡ് വാർ. ഇതൊരിക്കലും പാശ്ചാത്യർക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പാശ്ചാത്യരെന്ന് മാത്രമല്ല, ഇന്ത്യ വിട്ടാൽ പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കൊള്ളയാണ്. അതായത് ഈ പോകുന്ന വഴിക്ക് കാണുന്നതെല്ലാം തകർക്കുക, വീടുകളുണ്ടെങ്കിൽ ഇടിച്ചു നിരത്തുക, ആരാധനാലയങ്ങളുണ്ടെങ്കിൽ ഇടിച്ചു തകർക്കുക, അതേമാതിരി ആൾക്കാരെ കണ്ടിട്ട് അവരെ കൊല്ലുക, എന്തൊക്കെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനത്തെ ഒരു സമ്പ്രദായമല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സന്ദേശം അയച്ചു, വിരോധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി പരാജയപ്പെടുത്തി എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ചക്രവർത്തി മറ്റേ സാമന്തനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പരാജയപ്പെടുത്തൽ മാത്രമേ ഉദ്ദേശമുള്ളൂ, കൊല്ലാൻ ഉദ്ദേശമില്ല. അതേമാതിരി അവിടെയുള്ള ബാക്കിയുള്ള ജനങ്ങളെ മുഴുവൻ വംശഹത്യ നടത്തുക എന്നുള്ളതല്ല. പകരം പരാജയപ്പെടുത്തിയിട്ട് ശേഷം തിരിച്ച് ഇതേ സിംഹാസനം യാതൊരുവിധ കേടുപാടും കൂടാതെ തിരിച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് എനിക്ക് വേണ്ടിയിട്ട് ഇനി നീ യുദ്ധം ചെയ്തോളൂ. ഇനി ഇൻ കേസ് ഇദ്ദേഹത്തിന് സമ്മതമല്ല, മാനഹാനി എന്നുള്ളതിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ആ യുദ്ധക്കളത്തിൽ വേണമെങ്കിൽ മരിച്ചു വീഴാന്ന് വിചാരിച്ചു. അങ്ങനെ മരിച്ചു വീണു കഴിഞ്ഞാലും അവിടെ തന്നെ ആ വ്യക്തിയുടെ, ആ രാജാവിന്റെ അനന്തരാവകാശിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ ആ രാജ്യം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ പറയും സാമന്തരാജൻ എന്നുള്ള ആ ഒരു സ്ഥാനവും കൊടുത്തിട്ട് തിരിച്ചിങ്ങി പോരുകയാണ്. അതായത് ചുരുക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സഹോദരന്മാരായിട്ട് ഗണിക്കുക. ആ സഹോദരന്മാരെ ഒരു വലിയ തറവാട് വീതം വെച്ച് പല മുറികളിൽ കഴിയുന്നത് പോലത്തെ ഒരു വ്യവസ്ഥയാണ്. ഇതൊന്നും നമുക്കൊരു ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊന്നും കാണിക്കുന്നതായിട്ട് എങ്ങും കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ അത് കാരണം നമുക്ക് കാണാം ഓരോ ചക്രവർത്തിമാരുടെ, ദിലീപൻ, ഉടനെ തന്നെ അതേമാതിരി രഘു, അതേമാതിരി ശ്രീരാമചന്ദ്രൻ, അതേമാതിരി ദശരഥൻ, ഇവരൊക്കെ മഹായജ്ഞം ചെയ്തു, ചക്രവർത്തി സ്ഥാനം വീണ്ടും ആക്കുന്നു. അതിന്റെ അർത്ഥം മറ്റുള്ളവരെ പോയിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുക എന്നൊന്നില്ല. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം യുദ്ധത്തിൽ കൊല്ലപ്പെടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൊല്ലുക എന്നുള്ള ലക്ഷ്യമില്ല. പകരം എന്ന് പറയുന്ന ആ യുദ്ധത്തിലെ ബലപരീക്ഷണം നടത്തി ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതിനുള്ളിൽ ചിലപ്പോൾ കൊല്ലപ്പെടാം. പക്ഷെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നില്ല, ആ ദേശത്തിലെ ജനങ്ങളെ നശിപ്പിക്കുന്നില്ല, അവരുടെ സ്വത്ത് നശിപ്പിക്കുന്നില്ല, ആരാധനാലയം ഒന്നും നശിപ്പിക്കുന്നില്ല. അടുത്ത തലമുറയുണ്ടെങ്കിൽ ഒരു പിഞ്ചു പൈതലാണെന്നുണ്ടെങ്കിൽ ആ പൈതൽ അവിടെ രക്ഷപ്പെടുത്തും. അതായത് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരിക്കൽ അർജുനന്റെ പട അർജുനനും സൈന്യവും കൂടി നേരെ ദുശ്ളയുടെ കൊട്ടാരത്തില് എത്തിക്കഴിഞ്ഞ സന്ദർഭത്തില് അവിടെ ഈ ദുശ്ളയുടെ പുത്രന് ഈ ഹൃദയസ്തംഭനം വന്നു. ഇതിന്റെ ഈ അർജുനൻ വന്ന ഭയത്തിൽ. അപ്പൊ ഇതേമാതിരി, കാരണം പിതാവിനെ കൊന്ന അർജുനനാണ് ഇവിടെ വരുന്നത്.
അപ്പോൾ ആ ദുസ്ലയുടെ ഈ പുത്രന്റെ പുത്രനെ അർജുനന്റെ അടുത്തുകൊണ്ട് ദുസ്ല കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ അർജുനൻ പറയാണ്, ഞാൻ കീഴ്പ്പെടുത്താനും യുദ്ധം ചെയ്യാനും ഒന്നും അല്ല വന്നു, സഹോദരിയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുത്രനെ തിരിച്ച് അതായത് പൗത്രനെ തിരിച്ച് ദുസ്ലയുടെ തന്നെ കൊടുക്കുന്നു. അപ്പൊ ഇതേമാതിരി എവിടെ നോക്കിക്കഴിഞ്ഞാലും വെറുതെ കൊല്ലുക എന്ന് പറയുന്ന ഒന്നില്ല. പക്ഷെ ഈ ഒരു സംസ്കാരം, പാരമ്പര്യം എന്ന് പറയുന്നത് പാശ്ചാത്യർക്ക് അറിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാശ്ചാത്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്തെ യൂറോപ്യന്മാരുടെ ഓരോ കഥകൾ കൂടെ കേട്ടതാണ് കേട്ടോ. അത് നമുക്ക് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. എങ്കിൽ കൂടിയും പറയുകയാണ്, പോയി നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ പോയിട്ട് അവസാനം അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് മാത്രമായി. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. അവരുടേതല്ല രാജ്യം എന്നുള്ളത് ഇവർ വരുത്തി വെച്ചു. പിന്നെ പോരാത്തതിനാണെങ്കിൽ അവിടെയുള്ളവരെല്ലാം മറ്റുള്ള മനുഷ്യരെ തന്നെ തിന്നുന്നവരാണെന്നും വരുത്തി വെച്ചു. ഇതെല്ലാം വരുത്തി വെക്കലാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കഥയുണ്ടാക്കി വിടുന്നു. അതൊക്കെ പോട്ടെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ അർജുനന്റെ അടുത്ത് പറയുകയാണ് കുരുൻ പശ്യ എന്നുള്ള പ്രയോഗം കണ്ടല്ലോ. അപ്പോൾ ഈ കുരുൻ എന്ന് പറയുന്ന ആ സമയത്ത് ഇവിടെ അർജുനൻ കാണുന്നത് എന്തൊക്കെയാണെന്ന് അർജുനൻ കാണുന്ന ഇതാണ്. തത്രാപശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ. പാർത്ഥൻ കണ്ടു, തത്ര അപശ്യത് കണ്ടു. എന്തൊക്കെയാ കണ്ടത്? സ്ഥിതാൻ നിൽക്കുന്നവരായിട്ടുള്ള, പിതൃൻ പിതാക്കന്മാരെ, പിതാമഹാൻ പിതാമഹന്മാരെ, ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ ആചാര്യന്മാരെ, അമ്മാവന്മാരെ, സഹോദരന്മാരെ, പുത്രാൻ പൗത്രാൻ സഖീംസ്തത പുത്രന്മാരെ പൗത്രന്മാരെ, അതേമാതിരി സുഹൃത്തുക്കളെ, ശുശുരാൻ സുഹൃതശ്ചൈവ ശുശുരന്മാരെ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ അച്ഛന്മാരെ, സുഹൃതശ്ചൈവ സുഹൃത്തുക്കളെ, ഇവരെല്ലാം കണ്ട സേനയോരുഭയോരപി ഇരുസേനകളിലും നിരന്നു നിൽക്കുന്നതായ പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും മാതുലന്മാരെയും സുഹൃത്തുക്കളെയും ഒക്കെ അർജുനൻ കണ്ടു. തത്ര അപശ്യത് അർജുനൻ കണ്ടു. അപ്പൊ ഇവിടെ ഇപ്പൊ അർജുനൻ കണ്ടത് ആരാണ്? അർജുനൻ കാണാൻ പോയത് മുന്നിൽ എന്നോട് യുദ്ധം ചെയ്യാൻ താല്പര്യരായിട്ട് നിൽക്കുന്ന ആരെന്നുള്ളതാണ് അർജുനൻ കാണേണ്ടിയിരുന്നത്. അവിടെ പോയിട്ട് നേരെ കണ്ടിട്ട് ഭീഷ്മർ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ കണ്ടാൽ മതി. അതേമാതിരിയാണെങ്കിൽ ദ്രോണർ എന്ന് പറയുന്ന ദ്രോണാചാര്യൻ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ കണ്ടാൽ മതി. കർണൻ ആ യുദ്ധകളത്തിൽ വന്നില്ല. അത് ഒരു മഹാസംഭവമാണ്. കാരണം അർജുനനും കർണനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഭീഷ്മ പിതാമഹൻ വീണ ശേഷം മാത്രമാണ്. 10 ദിവസം കർണൻ യുദ്ധകളത്തിൽ ഇറങ്ങിയില്ല. അതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീഷ്മര് മനസ്സുകൊണ്ട് അർജുനൻ ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ അർജുനൻ ജയിക്കുവാൻ വേണ്ടിയിട്ട് ഭീഷ്മർ ഒരു പരിപാടി ചെയ്തു. ആ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. അത് ധർമ്മപുത്രർ പോയിട്ട് ജയിക്കാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഭീഷ്മർ നിശ്ചയിച്ചു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ സമയം ഭീഷ്മരും ദ്രോണരും കർണനും കൂടെ അർജുനന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുനന് അടിപതറാം. ഭീഷ്മരും ദ്രോണരും അർജുനനെ കൊല്ലത്തില്ല. പക്ഷെ കർണന്റെ കാര്യം അത്ര ഉറപ്പില്ലെന്ന് മാത്രമല്ല, കർണൻ അതിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഭീഷ്മരുടെ ശക്തിയുടെ മുന്നില് പകച്ചു നിൽക്കുന്ന അർജുനന് അത് ഒരു കർണൻ ഒരിക്കലും ഒരു ഭീതി ജനിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഭീഷ്മ പിതാമഹനാണ് മുഖ്യ സൈന്യ നായകൻ, സേനാപതി. അപ്പൊ സേനാപതിയുടെ നിശ്ചയം പ്രകാരം മാത്രമേ സൈന്യം ഇറങ്ങത്തുള്ളൂ. ആ സൈന്യം ഇറങ്ങുന്ന സമയത്ത് അവിടെ ഈ സേനകളുടെ ഇരുബലവും നിശ്ചയിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇങ്ങനെ നിശ്ചയിക്കുമ്പോൾ മഹാരഥന്മാർ എന്നുള്ള ഒരു ഗണന, പിന്നെ രഥികൾ. ഇപ്പൊ മഹാരഥികൾ ഒന്ന്, അതിനേക്കാളും താഴെയാണ്, വളരെയധികം താഴെയാണ് രഥികൾ എന്ന് പറയുന്ന വിഭാഗം. അതായത് ഒരു 10 രഥിക്ക് സമമായിരിക്കും ഒരു മഹാരഥൻ, ആ ഒരു കണക്കിന്. അപ്പൊ ഈ രഥിക്കും താഴെയാണ് അർദ്ധരഥി എന്ന് പറഞ്ഞൊരു സ്ഥാനം. അർദ്ധരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രഥിയുടെ അത്രയും ബലമില്ല, പകുതിയേ ഉള്ളൂ. 2 അർദ്ധരഥിമാർ ചേർന്നെങ്കിൽ മാത്രമേ ഒരു രഥിയുടെ ബലമാവത്തുള്ളൂ. അപ്പൊ അത്രയ്ക്കൊരു സ്ഥാനത്തിലാണ് കർണന് കൊടുത്തത്. എന്നിട്ട് കർണന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കർണന് സർവാംഗ രോഷം വന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ അർജുനനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും വളരെ ഉത്സാഹത്തോടു കൂടി നിൽക്കുന്ന ആ അർജുനനാണ് കേൾക്കുന്നത് ഇവിടെ ഭീഷ്മര് കർണന് കൊടുത്തിരിക്കുന്ന സ്ഥാനം അർദ്ധരഥിയുടേതാണ്. കാരണം ഇതിനുശേഷം ആ സമയത്ത് കർണൻ ഒരു പ്രതിജ്ഞ എടുത്തു, എന്ന് ഭീഷ്മർ വീണ ശേഷം മാത്രമേ ഞാൻ ഈ യുദ്ധക്കളത്തിൽ ഇറങ്ങത്തുള്ളൂ എന്ന്. അപ്പൊ ഇത് ദുര്യോധനൻ അറിയാം. അങ്ങനെ ദുര്യോധനന്റെ വലിയൊരു പ്രതീക്ഷയായിട്ടുള്ള കർണന് അവിടെ എന്ന് പറയുന്നത് ഭീഷ്മർ വീണാലേ
കർണൻ ഇറങ്ങത്തുള്ളൂ. ഭീഷ്മരാണെങ്കിൽ അതും ദുര്യോധനൻ അറിയാം. അതായത് ഭീഷ്മർ ഒരിക്കലും ധർമ്മപുത്രരെ പഞ്ചപാണ്ഡവരെ കൊല്ലത്തില്ല. അതും അതും ദുര്യോധനൻ അറിയാം. ഇതൊക്കെയാണ് ദുര്യോധനന്റെ ഒരു സ്ഥിതി. അതായത് ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ അർജുനൻ ഇവിടെ നമുക്ക് കാണാം. അതിനുശേഷം 10-ാം ദിവസത്തിന് ശേഷമാണ് കർണൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അർജുനനെ ഇവിടെ ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നത്, അതായത് ഭീഷ്മരെ ഭീഷ്മരായിട്ടല്ല കാണുന്നത്, ദ്രോണാചാര്യരായിട്ടല്ല കാണുന്നത്. പകരം കാണുന്നതെന്ന് പറയുന്നത് സ്ഥിതാൻ, അവിടെ സ്ഥിതി ചെയ്യുന്നവരായിട്ടുള്ള പിതാക്കന്മാരെ കണ്ടു. എന്റെ പിതാവിന്റെ സ്ഥാനത്തും പിതാമഹന്റെ സ്ഥാനത്തും നിൽക്കുന്നവരെ കണ്ടു എന്നുള്ളതല്ല, പകരം സേനയോരുഭയോർ മധ്യേ ഇരുസേനകളിലും നിൽക്കുന്നവരായിട്ടുള്ള താൻ സമീക്ഷ്യ അവരെ കണ്ടിട്ട് സൗകൗന്ദേയ. അപ്പൊ ഇരുസേനകളിലായിട്ട് നിൽക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാക്കന്മാരെ കണ്ടു എന്നുള്ളത്. അപ്പൊ രണ്ടു ഭാഗത്തും പിതാക്കന്മാരെ കണ്ടു, രണ്ടു ഭാഗത്തും മാതുലന്മാരെ കണ്ടു, രണ്ടു ഭാഗത്തും ഇങ്ങനെ സുഹൃത്തുക്കളെ ബന്ധുക്കളെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്ത് കാഴ്ചയായിരിക്കാം അത്? അതായത് ഇവിടെ നമ്മൾ കണ്ട ഒരു നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നമുക്കൊരു സൊസൈറ്റിയെ കുറിച്ച് എടുക്കാം. ഇതൊരു സൊസൈറ്റിയുടെ ഇഷ്യൂ ഓഫ് എ സൊസൈറ്റി ആണല്ലോ. അപ്പൊ സൊസൈറ്റിയെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ കുരുവൻ എന്ന് പറയുന്ന കുരുവംശജർ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലെ ഇതിപ്പോ ഒരു സൊസൈറ്റിയാണോ ഒരു ഫാമിലിയാണോ? അപ്പൊ ഇവിടെ നമുക്ക് കാണാം കുരുവംശജർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഫാമിലിയാണ്, ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയാം. ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പം ആധുനിക കാലത്താണെങ്കിൽ ഫാമിലിയെ കുറിച്ച് വളരെ രണ്ടു തരത്തിലുള്ള ഒരു ന്യൂക്ലിയർ ഫാമിലി, പിന്നുള്ളതെന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നുള്ള രീതിയിൽ ഈ രണ്ടു തരം ഫാമിലിയെ കുറിച്ച് പറയും. അപ്പൊ ഈ തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരുപാട് അംഗങ്ങളുള്ള ഒരു വലിയ ഫാമിലി, ആ ഒരുപാട് അംഗങ്ങളുള്ള വലിയൊരു ഫാമിലി എന്ന് പറയുന്നത് ആ ഫാമിലി ഏതൊക്കെ തരത്തിലാണ്, എവിടെയൊക്കെയാണ് ഇതിന്റെ റിലേഷൻ വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിയുമ്പോൾ ഇത് പല തലമുറകളിലേക്ക് അങ്ങനെ നീളുന്നു. ഇങ്ങനെ തലമുറകളിലേക്ക് നീണ്ടിട്ടുള്ള ആ തലമുറകളിലെ പല പല ബന്ധങ്ങളിലൂടെ പലരും സ്ഥാപിച്ചെടുത്തിരിക്കുന്നതായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്തെന്ന് പറയുന്നത് ഒരു ഭാഗത്തുള്ള ബന്ധം എന്ന് പറയുന്നത് വിവാഹവും വിവാഹത്തോടനുബന്ധമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, അവിടെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ എന്ന് പറയും. അതിനെ കോൺജുഗൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ആ തരത്തിൽ വന്നു. ആ കോൺജുഗൽ റിലേഷനിൽ നിന്ന് വിവാഹത്തിന്റെ ശേഷം ഉണ്ടായ ബന്ധങ്ങൾ. പിന്നീട് വേറൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് അടുത്ത പുത്രനിലേക്ക് പോകുന്ന ഫിലിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ പിതൃപുത്ര ബന്ധത്തിലൂടെയുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതും ഇങ്ങനെ സമൂഹത്തിൽ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പറയും. അപ്പൊ അതേപോലെ തന്നെ മൂന്നാമത്തെ ഒന്നാണ് സിബ്ലിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ സിബ്ലിംഗുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതിൻ്റെതായിട്ടുള്ള അതും ഫ്രറ്റേണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അതും ഇങ്ങനെ ആ തരത്തില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ തരത്തില് ഉള്ള ഈ റിലേഷൻഷിപ്പില് ഇവിടെ നമുക്ക് ഈ ലാർജ് ഫാമിലികൾ രൂപപ്പെടുന്നു. ഈ ലാർജ് ഫാമിലികൾ രൂപപ്പെടുമ്പോൾ ഇതിനെ പലതരത്തിലുള്ള ഘടനകൾ വെച്ചിട്ടുണ്ട്. പല ഘടനകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലിനിയൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി, അതേമാതിരിയാണെങ്കിൽ ഒരു കൊളാട്രൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി, അതായത് സഹോദരങ്ങൾ ഒന്നിച്ച് താമസിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിതാവിനോടൊപ്പം പുത്രനും ഭാര്യയും കുട്ടികളും, പിതാവും അമ്മ അച്ഛന് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്നിട്ടുള്ള ലിനിയൽ ആയിട്ടുള്ള കൊളാട്രലും ചേർന്നിട്ടുള്ള ഫാമിലികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എക്സ്റ്റെൻഡഡ് ഫാമിലികൾ ആയിട്ടുള്ള ഇതൊക്കെയാണുള്ളത്. അപ്പൊ ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഇതാണ് നമുക്കറിയാവുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഇതാണ് ഈ ഫാമിലിയിൽ ബന്ധങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക് ഇതിനുള്ളിൽ ഫാമിലികൾ എത്രത്തോളം വ്യാപിച്ചു നിൽക്കുന്നുള്ളതല്ല, ഇതിനുള്ളിൽ നമ്മൾ കാണുന്നത് ബന്ധങ്ങളെയാണ്.
ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രന്, അതേമാതിരി സഹോദരന് സഹോദരിയെ, ഇങ്ങനെയുള്ള ബന്ധങ്ങളാൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇതിനെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ബന്ധങ്ങളാൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരും മറ്റൊരുമായിട്ട് കണക്റ്റഡ് ആണ്. ആ കണക്റ്റഡ് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ഒരു എക്കോണമിക്കൽ റിലേഷൻ മാത്രമല്ല, ബന്ധം എന്ന് പറയുന്നത് മാത്രമല്ല. അപ്പൊ ഈ ഒന്നിച്ചു താമസിക്കുന്നവർ തമ്മിലുള്ള ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലകളുണ്ടാവും. ഒന്ന് ഈ കോ പാർട്ട്ണറി എന്ന് പറയുന്ന ഒന്ന്, അതായത് ഈ സമ്പത്തിന് അധികാരത്തോട് കൂടിയിട്ടുള്ളത്. പിന്നെ കോമൺ സാൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ എന്ന് പറയുന്നത്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത്, അത് ഒരേ അടുക്കള തന്നെ, ഒരു വീട്ടിൽ രണ്ടടുക്കളയല്ല, ഒരേ വീട്ടിൽ നിന്ന് അടുക്കളയും ഒരേപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത്. പിന്നെ കോമൺ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള താമസിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡ്വെല്ലിംഗ് എന്ന് പറയുന്നത്, കോമൺ ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, ഇതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഫാമിലി തന്നെ ആവണമെന്നില്ല. അപ്പൊ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഫിലിയൽ റിലേഷൻഷിപ്പും അതേമാതിരി കൊഞ്ചുഗൽ റിലേഷൻഷിപ്പ്, ഫ്രട്ടേണൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ സംബന്ധമായിട്ട് എടുക്കുന്ന ആ ബന്ധങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ട് ഉപരിയായിട്ട് ഒന്നുകൂടിയുണ്ട്. അതായത് ഇവരുടെ എല്ലാം മൂലം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തായ് വഴി എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഒരു ഗോത്ര റിലേഷൻഷിപ്പും കൂടി ഉണ്ടാവും. അതായത് ഒരു ക്ലാൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ക്ലാന്റെ ഇപ്പം വിശ്വാമിത്ര ഗോത്രം തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഗോത്രങ്ങളുണ്ടാവും. പിന്നെ അതിനകത്ത് സബ് ഗ്രൂപ്പുകളുണ്ടാവും. അപ്പം പലപ്പോഴും എന്ന് പറയുന്നത് ഈ സബ് ഗ്രൂപ്പുകളിലും ഈ ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ടാണ് ഓരോ വേദശാഖകൾ തന്നെ നിന്നു പോകുന്നത്. ഇങ്ങനെയുള്ളതായിരിക്കും. അതായത് ഇവിടെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനോ വൈശ്യനെന്നോ ഉള്ള വ്യത്യാസത്തിലല്ല, അല്ലാണ്ട് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ബ്രാഹ്മണനിൽ കൂടെ മാത്രമാണ് വേദം നിന്നു പോകുന്നതെന്നുള്ളതല്ല. കാരണം ഇതിനകത്ത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും എല്ലാവരിലും കൂടെ തന്നെയാണ് വേദം നിന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ നിന്നു പോകുന്നതിനകത്ത് ഈ ഓരോ ഗോത്രങ്ങൾ കാണുന്നുണ്ടെങ്കിലും അവിടെ ഒരു ശാഖ അവരുടേതായിട്ടുള്ള രീതിയിൽ പെക്കൂലിയർ ടൈപ്പിൽ വരുമ്പോഴാണ് ഒരു ഗോത്രം എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്നത്. അത് എവിടെയോ ഒരു സാധ്യത മനസ്സിൽ തെളിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഗോത്രം ഉണ്ടായത് തന്നെ ഗോ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം എന്നുള്ള അർത്ഥമുണ്ട്, ഗോയ്ക്ക് വേദം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ അതിനകത്ത് ഈ വേദശാഖയെ രക്ഷ ചെയ്യുന്ന ഒരു ശാഖ എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫാമിലി ട്രഡീഷൻ, ഒരു പ്രത്യേക വേദശാഖയെ കൊണ്ടു നടക്കുന്നവർ എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള സാമവേദത്തിന് 1000 മുകളിൽ ശാഖകളുണ്ട്, ഋഗ്വേദത്തിന് പല ശാഖകളുണ്ട്. ഇങ്ങനെ പല ശാഖകൾക്ക് പല വേദങ്ങൾക്കും പല ശാഖകളുള്ളതായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ ശാഖകളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിനകത്താണെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ വേദത്തിന്റെ ശാഖയോടൊപ്പം തന്നെ സ്മൃതിയെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള സമൃദ്ധമായിട്ടുള്ളതിനകത്ത് ഈ പറയാന് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അനേകം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശാഖകൾ ഉള്ളതിനകത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ആകപ്പാടെ ഇവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ മനുസ്മൃതിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് അവർക്ക് അങ്ങ് തോന്നി. അത് കാശിയിൽ പോയിട്ടുള്ള, ഇവർക്ക് വിവരമില്ലല്ലോ, കാശിയിൽ പോയിട്ടുള്ള ഏതോ പണ്ഡിതനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓരോ സിസ്റ്റം ഉണ്ട് ഓരോരുത്തർക്കും. അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹത്തിന് എന്താണ് ഇവർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ഇന്ത്യയിലുള്ള ഈ കാസ്റ്റുകളെ കുറിച്ച് മുഴുവനും ഏത് ടെക്സ്റ്റ് കിട്ടും എന്ന് ചോദിച്ചു. അതേമാതിരി ഇതിനെ മുഴുവനും കൂടി ഇപ്പൊ നിങ്ങൾ ഓരോ ഉപനിഷത്ത് എന്ന് പറഞ്ഞു, ഉപനിഷത്തിൽ കാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഭാവനയെ കൂടെ പറയുന്നതാണ് കേട്ടോ, എന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല. നിങ്ങളുടെ കാസ്റ്റിനെ കുറിച്ച്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ സോഴ്സ് എന്ന് പറയുന്നത്, എല്ലാത്തിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ലോകം മുഴുവനും കൂടെ നമ്മൾ പോയിട്ട് അറിയാനൊന്നും പോകുന്നില്ല. ഒരാളോട് ചോദിച്ചു, അവർക്ക് തോന്നുന്നത് പറഞ്ഞു, അത് റെക്കോർഡിലേക്ക് ആക്കി കഴിയുമ്പോഴത്തേക്ക് അത് 10 പേരോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിരിക്കും പലതും പോകുന്നത്. അപ്പൊ ഈ ഇതേമാതിരി പണ്ഡിറ്റിനോട് ചോദിച്ചു എവിടെയാണ് കാസ്റ്റിനെ കുറിച്ച് മുഴുവൻ പരാമർശിക്കുന്നത്. അപ്പൊ മനുസ്മൃതി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എടുത്ത് കൊടുത്തു. ഇതിനകത്ത് പലതുകൊണ്ട് അപ്പം പല ജാതി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഉത്തരം കിട്ടി. അതേമാതിരി അവിടെ ഒരു ധർമ്മത്തിനെ കുറിച്ചുള്ള പലതും പറയുന്നുണ്ട്. മനുസ്മൃതി പോലെ അനേകം ഗ്രന്ഥങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയ ഒരു ടെക്സ്റ്റ് മനുസ്മൃതിയാണ്. അതേമാതിരി ഒരു ഉപനിഷത്ത് ഒന്നും അന്ന് ഇതേമാതിരി സമൃദ്ധമായിട്ട്, അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പോകുക എന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണെന്നാണ്. നമുക്ക് തന്നെ ഭഗവത്ഗീത നമ്മൾ കേട്ടിട്ട് തന്നെ നമ്മൾക്ക് തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല. ഇത് വരുമ്പോഴാണ് ഫോറിനേഴ്സ് വന്നിട്ട് എന്ത് മനസ്സിലാക്കാൻ. അപ്പം ചുരുക്കത്തിൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരങ്ങോട്ട് തീരുമാനിച്ചു മനുസ്മൃതിയാണ് ഇന്ത്യയിൽ നിൽക്കുന്ന നിയമം. അപ്പൊ ഇവര് വേറൊരു കാര്യമുണ്ട്, അതായത് ആ വരുന്ന സമയത്ത് ഉണ്ടായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് ഇഷ്യൂസ് ശരിക്കും ഉള്ള സമയം തന്നെയാണ്, ഇല്ലാത്ത സമയമൊന്നുമല്ല. അപ്പൊ അത് കാരണം 1850
58 മറ്റോ 1850 ആ സമയത്ത് ഇവര് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, പ്രൊഹിബിഷൻ ഓഫ് കാസ്റ്റ് ഡിസബിലിറ്റീസ് അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് തന്നെ കൊണ്ടുവന്നു. ആ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്, കാസ്റ്റ് ഡിസബിലിറ്റീസ് ആക്ട്. അപ്പൊ ആ കാസ്റ്റിന്റെ 1856 അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആണോ 1886 അത് ആ ഒരു ടൈമിലാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ജോലിയും ജാതിയും തമ്മിൽ ബന്ധിപ്പിക്കാത്ത തരത്തിലാക്കി. അത് കാരണം ബ്രിട്ടീഷുകാരുടെ ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും ആർക്കും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ അവരിത് കൊണ്ടുവന്നു. പിന്നീടാണ് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കാൻ എന്താണ് ഒരു മാർഗമെന്ന് നോക്കിക്കഴിയുമ്പോൾ ഒരു രക്ഷയുമില്ല. കാരണം ഹിന്ദുമതത്തില് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് എവിടെ ഒന്നും യേശുന്നില്ല. എങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ ഫോറിനേഴ്സ് വരുമ്പോൾ അതിന്റെ കൂട്ടത്തിലെന്ന് പറയുന്നത് അവര് ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ മതമാറ്റവും കൂടെ കൊണ്ടാണല്ലോ വരുന്നത്. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇവിടുത്തെയുള്ള സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവർ ചെല്ലുന്നിടത്ത് മുഴുവൻ നേതാവിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അനുയായികൾ മുഴുവനും അങ്ങ് അതിലേക്ക് ചേരും. ഇവിടെ ഒരാളിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ആളിനെ പരാജയപ്പെടുത്തി എന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു സമൂഹത്തിനെ പരാജയപ്പെടുത്തായിട്ട് കാണാൻ പറ്റുന്നില്ല. ഏത് വ്യക്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ആണെന്നുണ്ടെങ്കിലും ഇപ്പം ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഏത് ജാതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സ്വാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു യൂണിറ്റിനെയാണ് കാണാൻ പറ്റുന്നത്. അവിടെയുണ്ട് ആ ഓരോ ജാതിയിലുമാണെന്നുണ്ടെങ്കിലും ബ്രഹ്മജ്ഞാനികളും ഉണ്ട്, സർവശാസ്ത്ര വിശാരദന്മാരുമുണ്ട്. അവിടെ ഈ ജാതിഭേദവും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജാതിയിലാണ് വിദ്വാൻമാരില്ലാത്തത്? സകല ജാതികളിലും വിദ്വാൻമാരുണ്ട്. ഇനിയും കബീർദാസ്, സൂർദാസ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ആ തരത്തിലൊരു ചരിത്രം തന്നെ അവിടെ ആ മേഖലയിലുണ്ട്. ഏത് ദേശത്ത് ഇവിടെയുണ്ട്, ഏത് ദേശത്തിലാണ് ഇല്ലാത്തതെന്നുള്ള കണ്ണപ്പദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ചരിത്രങ്ങളുണ്ട്. അതായത് ശ്രീരാമചന്ദ്രൻ ഗുഹൻ എന്റെ ഈ മറ്റു 3 സഹോദരന്മാരൊപ്പമുള്ള 4ാമത്തെ സഹോദരനാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ ഒരു പാരമ്പര്യം എല്ലാ കാലത്തും ഉണ്ടെന്നുള്ളത്. അതേമാതിരിയാണ് ഇവിടെയുള്ള സകലയിടത്തും ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്തൊക്കെ എന്ന് പറയുന്നത് വലിയൊരു സമൂഹവും ആയിരക്കണക്കിന് വർഷങ്ങളിലെ ചരിത്രവും സംഭവങ്ങളൊക്കെയും ഭ്രംശങ്ങളും ഉണ്ടാവും. ഇപ്പം ഭ്രംശങ്ങളില്ലാത്തതായിട്ടുള്ള ഒരാളുടെ ജീവിതം പോലും ഇല്ലല്ലോ. അപ്പൊ അതിനകത്ത് ഒരാളുടെ ജീവിതത്തിൽ തന്നെ പല പല വീഴ്ചകളും പറ്റുന്നത് പോലെ ഒരു വലിയ സമൂഹത്തിന് ഒരു വലിയ കാലഘട്ടത്തില് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ ആ സംഭവങ്ങളല്ല അത് ഒരു സമൂഹത്തിന്റെ ആത്മാവ്, അതിന്റെ ജീവമിടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാക്കി മനഃപൂർവ്വം ഇത് മാത്രം എടുത്ത് ഉണ്ടായതും പിന്നെ ഉണ്ടാക്കിയതും കഥകൾ ഉണ്ടാക്കി വിട്ടു. ഇപ്പൊ നമ്മളിപ്പോ ഐതിഹ്യങ്ങൾ ഉണ്ടാക്കി വിടുന്നത് പോലെ ഒരുപാട് ഇപ്പൊ സ്ഥലനാമങ്ങളും സ്ഥലകഥകളും ഒക്കെ ഐതിഹ്യങ്ങൾ ഉണ്ടാക്കി വിടുന്നതാണ്. ഒരാൾ കണ്ടു ഒരു ആകാശത്തിലൂടെ ഒരു തീജ്വാല പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലയിലോട്ട് പോയി പ്രവേശിക്കുന്നത് കണ്ടു, പാല കത്തുന്നത് കണ്ടു, പിന്നീട് ആ പാലയുടെ ചുവട്ടില് ഒരു ക്ഷേത്രം പണിതു. ഇങ്ങനെ പോകുന്ന കഥകളുമുണ്ട്. അതേമാതിരി പലവിധ കഥകളൊക്കെ രൂപപ്പെടുത്തി ഒരുമാതിരി എല്ലാ തരത്തിലും ആക്കി. ഒന്നും നമുക്ക് കുഴപ്പമില്ല, എങ്ങനെ വേണേ ആയിക്കോട്ടെ, അതൊന്നും അല്ല പ്രശ്നം. ഇവിടിപ്പോൾ നമുക്ക് ഈ കാണപ്പെടുന്ന ഈ ബന്ധങ്ങളില് അർജുനൻ ഇവിടെ കണ്ട ബന്ധം എന്താണ്? അർജുനൻ സ്വന്തമായിട്ടുള്ള ബന്ധുക്കളെ മിത്രങ്ങളെയൊക്കെയാണോ കണ്ടത്? എന്റെ ബന്ധുക്കളെ, എന്റെ മിത്രങ്ങളെ അല്ല അർജുനൻ കണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഈ കാണപ്പെടുന്ന ഈ റിലേഷണൽ ലെവൽ ഓഫ് ഫാമിലി റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ആ റിലേറ്റീവ് നേച്ചർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നതല്ല അർജുനൻ കണ്ടത്. ഇതിന്റെ ഒരു അബ്സ്ട്രാക്ട് ലെവൽ ഓഫ് റിലേഷൻസ് എന്നുള്ളതാണ്. ഈ അബ്സ്ട്രാക്ട് ലെവൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ഒപ്പം ചുറ്റുപാട് നിൽക്കുന്നവരുമായിട്ട് പലവിധ ബന്ധങ്ങളിൽ ആ വ്യക്തി ഏർപ്പെട്ടിരിക്കുന്നു. അതായത് ഒരാളുടെ പിതാവാണ്, മറ്റൊരാളുടെ പുത്രനാണ്, മറ്റൊരാളുടെ മാതൃനാണ്, മറ്റൊരാളുടെ സുഹൃത്താണ്, മറ്റൊരാളുടെ അയൽവാസിയാണ്. ഇങ്ങനെ ഓരോ തരത്തിൽ അപ്പൊ ഇതിനെയൊക്കെ കൂടെ ഓരോരുത്തർ റോൾ പ്ലേയിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥിതിയിൽ സർവരുടെയും ഓരോ സ്ഥാനങ്ങൾ അർജുനൻ കണ്ടു. ഇങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഈ സമൂഹത്തിനെ എല്ലാം സ്റ്റഡിയായിട്ട് നിർത്തിയിരിക്കുന്ന മുഴുവനും പരസ്പരം ബന്ധിപ്പിച്ചിട്ട് നിർത്തിയിരിക്കുന്ന ഈ നൂലുകൾ കൊണ്ടാണ്. ഇതിനുള്ളിൽ ഒരാൾ വീണാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരിലെ ഇതിന്റെ അനുരണങ്ങൾ, അതിന്റെ ക്ഷതങ്ങൾ ഉണ്ടാവുന്നതാണ്.
അതിനകത്താണെങ്കിൽ ചിലരും മാതുലനുള്ള സ്ഥാനത്തിലൂടെയാണ് ഈ ബന്ധം. അവിടെ വീണു വിള്ളലുകൾ. ഒരു വശത്ത് നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ഈ പോസ്റ്റുകളിൽ കൂടെ പോയിക്കുന്ന ഈ ലൈനില് ഏതെങ്കിലും ഒരു കമ്പി പൊട്ടിയിട്ട് ഒരു പോസ്റ്റ് കമ്പി പൊട്ടിക്കഴിയുമ്പോൾ അതിന് ഈ ബലം അങ്ങോട്ട് ഒരു വശത്തേക്ക് മാത്രം ബലം കൂടിയിട്ട് അത് മുഴുവനും കൂടെ തകർന്ന് അപ്പുറത്തോട്ട് വീഴുന്നത് പോലെ ഇവിടെയും ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു ആഘാതം ഒരു സമൂഹത്തിന് പല വിധത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വ്യക്തിയും ഇതിന്റെ ഈ ഒരു അബ്സ്ട്രാക്ട് ലെവലിലെ റിലേഷൻഷിപ്പിന്റെ അബ്സ്ട്രാക്ട് ഫോം എന്താണെന്ന് നോക്കിക്കഴിയുമ്പോൾ അവിടെയാണ് അർജുനൻ കണ്ടത് തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതാക്കന്മാരെ കണ്ടു. അതായത് ഓരോ വ്യക്തിയും ഒരു പിതാവാണ്. അതിനകത്ത് കുട്ടികളുള്ളവരെന്നർത്ഥം. അതിനകത്ത് എല്ലാവരും കുട്ടികളുണ്ടെന്നുള്ളതല്ല, അവർ ഓരോരുത്തരും ഓരോരുത്തരുടെയും പിതാവിന്റെ സ്ഥാനത്താണ്. ഇപ്പൊ നമുക്കൊരാൾ പിതാവാകണമെന്നില്ല. നമുക്ക് ത്വമേവ മാതാച്ച പിതാ ത്വമേവ എന്ന് പറയുമ്പോൾ ഗുരുവിനെ പിതാവായിട്ട് കാണുന്നു, പിതൃസ്ഥാനിയെ രാജാവിനെ പിതാവായിട്ട് കാണുന്നു. എങ്ങനെ നമുക്ക് പിതാവെന്ന് പറഞ്ഞു? ഒരാള് പിതാവാണ്. ആർക്ക് പിതാവ്? ആർക്കൊക്കെയോ പിതാവാണ്. ആ ആള് മാതുലനാണ്, ആർക്കൊക്കെയോ മാതുലനാണ്. അപ്പൊ ഇങ്ങനെ ഓരോ വ്യക്തിയും പിതാവാണ്, മാതുലനാണ്, സഹോദരനാണ്, ശുശ്രൂവാണ്, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ. അപ്രകാരം ഓരോ വ്യക്തിയും ഇതേമാതിരിയാണ് നിൽക്കുന്നതെന്നർത്ഥം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം മാതുലന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കൈവക്കും. അതേമാതിരി സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾ തന്നെ വീണ്ടും കൈവക്കുന്നു. പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇതേ വ്യക്തികൾ തന്നെ വീണ്ടും കൈവക്കുന്നു. പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഇതേ വ്യക്തികൾ തന്നെ വീണ്ടും കൈവക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ? അതായത് ഓരോ വ്യക്തിയും ഒരു വ്യക്തിയല്ല, അനേകം വ്യക്തികളുടെ ഒരു സംഘാതമാണ്. ഈ അനേകം വ്യക്തികൾ എന്ന് പറയുന്നത് ഓരോ റോളുകളാണ്, ഓരോ സ്ഥാനങ്ങളാണ്, ഓരോ പൊസിഷനുകളാണ്. ഇങ്ങനെയുള്ള അതിനകത്ത് ഇതാണ് ഒരു വ്യക്തിയുടെ ഗുരുത്വം എന്ന് പറയുന്നത്. ഇതാണ് ഒരു വ്യക്തിയുടെ ഈ ലോകത്തിലെ ബലം എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഈ ബലത്തിൽ ഏതെങ്കിലും ഒന്നിന് ക്ഷയം വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന അതായത് പുത്രൻ കാരണം ഈ പിതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പുത്രൻ കാരണം ദുഃഖിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ പെരുമാറ്റം ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഭാര്യയോട് പെരുമാറുന്ന ആ രീതിയിൽ സംയുക്തമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും. അതേമാതിരി അനന്തരവനടുത്ത് മാതുലൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പെരുമാറുന്നതും ദുഃഖത്തോടു കൂടി തന്നെയായിരിക്കും. സുഹൃത്തിന്റെ അടുത്താണെങ്കിൽ സുഹൃത്ത് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പെരുമാറുന്നതും ദുഃഖത്തോടു കൂടിയ. ഒരാൾ ചെയ്ത അക്രമം അല്ലെങ്കിൽ ഒരാൾ ചെയ്ത ദുഃഖകരമായിട്ടുള്ള ഒരു ആഘാതം ഈ വ്യക്തി എത്ര പേരെടുത്താണ് ദുഃഖത്തെ നൽകുന്ന തരത്തിൽ പ്രകടമാക്കുന്നത്. ഇവര് കിട്ടുന്നവരുമാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ അവരുടെ മനസ്സിലേക്ക് ദുഃഖകരമായ ഒരു വാർത്ത, ദുഃഖകരമായ ഒരു ദൃശ്യം, ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ സ്മരണ തുടങ്ങിയിട്ടുള്ളത് വന്നിട്ട് അവര് പോയിട്ട് മറ്റുള്ളവർക്കും ഇത് തന്നെ കൊടുക്കുന്നു. ഇന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തുമാത്രമാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ കൊറോണയുടെ വ്യാപനം പോലെയാണിത്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ലെവലിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഭാവങ്ങളുടെയും വികാരങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് പോകത്തില്ല. പകരം മറ്റ് പല ഇത് പോയിട്ട് എവിടെ എത്തിപ്പോയി ചേരുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ അർജുനൻ ഇത് കാണുന്നതാണ്. അർജുനൻ ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ഫോമിലുള്ള റിലേഷൻഷിപ്പുകളെ അർജുനൻ കാണുന്നത് എന്താ? ഒരു വലിയ സൊസൈറ്റി ഇവിടെ സജീവമായിട്ട് നിൽക്കുകയാണ്. നിസ്സാരമല്ലത്. ഇങ്ങനെ ശുശ്രാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ അത് കണ്ടിട്ട് സഹ കൗന്ദേഹ ആ കൗന്ദേയൻ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ സർവബന്ധുക്കളെയും സ്ഥിതി ചെയ്യുന്ന സർവബന്ധുക്കളെയും കണ്ടിട്ട് സമീക്ഷ കണ്ടിട്ട് കൃപയാ പരയാ ആവിഷ്ട വളരെ കൃപയോട് കൂടിയിട്ട് പരയാ കൃപയാ ആവിഷ്ട എന്ന് പരമമായ കൃപയോട് കൂടിയവനായിട്ട് വിഷീദന്നിതം അബ്രവീത് ഇത് പറഞ്ഞു. എങ്ങനെ? വിഷീദൻ വിഷാദത്തോടു കൂടിയവനായിട്ട് പറഞ്ഞു. ഈ വിഷാദം എന്നുള്ള ഈ പ്രയോഗം വെച്ചുകൊണ്ടാണ് ഈ അർജുന വിഷാദ യോഗ പ്രഥമോധ്യായ അർജുന വിഷാദ യോഗ എന്ന ഗ്രന്ഥം ആരംഭിക്കാൻ കാരണം. അവിടെ അർജുനന്റെ വിഷാദമാകുന്നു ഇവിടുത്തെ വിഷയം എന്നർത്ഥം. അർജുന വിഷാദ യോഗ എന്ന് പറഞ്ഞാൽ അർജുനന്റെ വിഷാദമാകുന്നു ഈ അധ്യായത്തിലെ വിഷയം. അപ്പൊ ഇത് നമുക്ക്
ഈ അർജുനന് ഒന്ന് റിലേഷൻഷിപ്പുകളുടെ അബ്സ്ട്രാക്ട് ഫോം കണ്ടു, അത് അർജുനന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. രണ്ടാമത്തേത് അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് പരമമായ കൃപയാണ് എന്നർത്ഥം. എന്തിനാണ് അർജുനന് കൃപയുണ്ടാവാൻ? അർജുനന് കൃപ ഈ ദ്രോണരോട് കാണിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഭീഷ്മരോട് കാണിക്കേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഇവരെയൊക്കെ കൃപ കാണിക്കത്തക്ക വിധത്തിൽ ഈ അർജുൻ ഇത്ര വലിയ ശ്രേഷ്ഠനാണോ? ഇതാണ് നമുക്കിനിപ്പോൾ അറിയേണ്ടത്. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ, നമുക്കിവിടെ നിർത്താം.